ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 6-7 മന്തോളം എടുത്തിട്ടാണ് എനിക്കൊരു ഡീല് വന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം 6 മാസമായിട്ടൊന്നും നടക്കാതെ ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ നടക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗിവ് അപ്പ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചിട്ട് ഗിവ് അപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം എന്താ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഡീൽ അടിച്ചിട്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യാം. കാര്യം എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത് എനിക്ക് തെളിയിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഒരു ഡീൽ അടിച്ചിട്ട് ഗിവ് അപ്പ് ചെയ്യാം. പിന്നെ ഒരു ഡീൽ അടിച്ചതിന് ശേഷം പിന്നെ മനസ്സിലായി ഓക്കെ ഇതെന്നെ കൊണ്ട് പറ്റും, ഇനി എന്തിനാ ഞാൻ ഗീവ് അപ്പ് ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പം ഇപ്പോഴും സ്റ്റിൽ ബിസിനസ് ചെയ്ത സമയത്തും സ്റ്റിൽ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഫേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് സക്സസ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എഗെയിൻ ഇത് തന്നെയാണ് പോയിന്റ്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. പിന്നെ അതേ കണക്ക് തന്നെ ഞാനൊക്കെ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ജോർജിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം, നമ്മളെ ഫിലിം ആക്ടർ. അപ്പം പുള്ളി എത്രയോ വർഷങ്ങളോളം ഇങ്ങനെ മറ്റെന്താ പറയുക ഒരു സൈഡ് ആക്ടറായിട്ടും അങ്ങനെ നടന്നതിന് ശേഷം ഒരുപാട് സക്സസ് ആയപ്പോഴത്തേക്ക് കമലഹാസൻ വരെ എന്ത് ചെയ്യുന്നു, ഇത്രയും നല്ലൊരു ആക്ടറിനെ ഞങ്ങളെ തമിഴ്നാട്ടിലോട്ട് എന്നുള്ള രീതിയിൽ വരെ പറയുന്ന ഇതായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. ആ ഒരു ലെവലിൽ തന്നെ നിങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സക്സസ് എന്തായാലും വരും. അത് ചിലപ്പോൾ ഒരു 10 വർഷം എടുക്കാം, ചിലപ്പോൾ 5 വർഷം എടുക്കാം, ചിലപ്പം 6 മാസത്തിനുള്ളിൽ വരാം. പക്ഷേ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്ന സാധനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് എത്താൻ പറ്റും, എനിക്കും എത്താൻ പറ്റും. ഓക്കെ.